ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബട്ടർ സ്കോച്ച് സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് 2 പിഞ്ച് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ചെടുക്കുന്നതിന് 1 പ്രാവശ്യം ഞാൻ അരിച്ചെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാം. ഞാൻ സാധാരണ രീതിയിൽ 1 പ്രാവശ്യം അരിച്ചിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മാത്രമാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ 1 പ്രാവശ്യം അരിച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ നമ്മുടെ ഫ്ലോറിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ മതിയാകും. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഭാഗത്തേക്ക് നീക്കി വെക്കാം. ഇപ്പം ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് 4 എടുത്തത്. വലുതാണെങ്കിൽ 3 മതിയാകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ബട്ടർ സ്കോച്ച് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലേവറാണ് നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നമ്മൾ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല കളർ മാറി നല്ല പതിഞ്ഞ് വരുന്നത് വരെ നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലും ഈ കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് കേക്കുകൾ ഞാൻ മിക്സിയുടെ ജാറിൽ തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ബീറ്ററിൽ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മിക്സിയുടെ ജാറിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. 1/2 കപ്പ് ആകുമ്പോൾ പാകത്തിനൊരു മധുരമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാകും കണ്ടോ. മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു റിബൺ കൺസിസ്റ്റൻസിയിൽ നമ്മൾ പതപ്പിച്ചെടുത്തിട്ടുള്ള മുട്ട വരണം. ഇതാണ് കറക്റ്റ് പരുവം. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മണമില്ലാത്ത ഏതൊരു ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറേ നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം ബീറ്റ് ചെയ്താൽ മതി. ഒരു 10 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നോക്കാം, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ നോക്കാം, ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് ഇത് വീഴുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇനി ഞാനിതാ നമ്മളുടെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഹൈ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു വിസ്കാണ് ഉപയോഗിക്കുന്നത്. ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു കയ്യിലൊക്കെ ഉപയോഗിക്കാം. ഇതേപോലെ ഒരു വിസ്ക് ആണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമാകും. ഇതേപോലെ മിക്സിങ് കുറച്ച് വേഗത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് 2ാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പ്രാവശ്യമായിട്ടിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാണുമ്പോൾ ഇത് കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് കേട്ടോ. സ്പീഡ് കുറച്ച് കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് പതുക്കെ ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. മിക്സിങ് കുറച്ച് സ്ലോയിൽ ചെയ്യുമ്പോഴാണ് കേക്ക് നന്നാവുക. അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് അരിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ആ മിക്സിങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതും ഇതിൽ കേക്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നോക്കാം, നമ്മൾ ഫ്ലോർ ചേർത്തതിന് ശേഷവും നല്ലൊരു റിബൺ കൺസിസ്റ്റൻസിയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുമ്പോഴും കാണാൻ പറ്റും. ആ രീതിയിലാണ് വരുന്നത്. ഞാനൊരു 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പറോ ഓയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നോക്കാം, ഞാൻ ഇതേപോലെ ഒരു സ്ക്വയർ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെക്കണം. ഞാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ അത് ഒന്ന് ഇളക്കി കൊടുത്തതുകൊണ്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് അത്യാവശ്യം നല്ലോണം ചൂടായി കിടക്കുകയാണ്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എനിക്കൊരു 45 മിനിറ്റാണ് ഇത് ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊരു നമ്മുടെ ഓവൻ സെറ്റപ്പ് കുറച്ച് വലിപ്പമുള്ളത് കൊണ്ടാണ് അത്രയും ടൈം എടുത്തത്. ചെറിയൊരു പാത്രത്തിലാണെങ്കിൽ അത്രയും ടൈം എടുക്കില്ല. ഒരു 35 മിനിറ്റ് കൊണ്ട് റെഡിയാകും. അപ്പോൾ എനിക്ക് 45 മിനിറ്റ് കൊണ്ട് കേക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടാണ് സ്ക്വയർ വരുന്നത്. കുത്തി നോക്കുമ്പോൾ കേക്ക് വെന്തോന്ന് അറിയാനായിട്ട്
നമുക്ക് നല്ല അടിപൊളി മണം വരും. അപ്പോൾ നമുക്ക് കേക്ക് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. അപ്പോൾ അതേ ഞാൻ പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് ബട്ടർ പേപ്പറൊക്കെ മാറ്റുകയാണ്. വളരെ സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എല്ലാ പ്രിയ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും നന്ദി.